എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്നലെ നമ്മൾ പറഞ്ഞു എപ്രകാരമാണ് ദേവകി വസുദേവന്മാരുടെ പൂർവ്വജന്മം, അതായത് അതിഥി കശ്യപന്മാർ തന്നെയാണ് കൗസല്യ ദശരഥന്മാരായതും പിന്നെ ദ്വാപരയുഗത്തിലെ ദേവകി വസുദേവന്മാരായതും എന്ന് നമ്മൾ പറഞ്ഞു. അവർക്കൊക്കെ പുത്രനായിട്ട് ഭഗവാൻ ഓരോ അവതാരം എടുത്ത് വരികയും ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞു. അവർ ആഗ്രഹിച്ചത് ഭഗവാനെ പുത്രനായി കിട്ടണം, അല്ലെങ്കിൽ ഭഗവാന് ജന്മം കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ അത് അതേപടി സത്യമാക്കി കൊടുക്കുന്നുണ്ട് ഭഗവാൻ. പക്ഷേ ഈ മൂന്ന് സന്ദർഭങ്ങളിലും സത്യത്തില് ഒരു അച്ഛനമ്മമാര് എന്നുള്ള നിലയ്ക്ക് പുത്രൻ എന്നുള്ള ഭഗവാനെ എത്രത്തോളം അവർക്ക് വാത്സല്യിക്കാനും അല്ലെങ്കിൽ ഭഗവാന്റെ കൂടെ സഹവാസം ഒരുപാടൊന്നും ഈ മൂന്ന് സന്ദർഭങ്ങളിലും സത്യത്തിൽ സാധിച്ചിട്ടില്ല എന്ന് നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. വാമനമൂർത്തിയായി വന്ന ഭഗവാൻ അബലി മഹാരാജാവിനെ അനുഗ്രഹിക്കുക എന്നുള്ള അവതാര ഉദ്ദേശത്തിന് ശേഷം അബലി മഹാരാജാവിനെ അയച്ചിട്ടുള്ളതായിട്ടുള്ള സുതലം എന്നുള്ള ലോകത്ത് അവിടെ കാവൽക്കാരനായിട്ട്, ആ ഭക്തന്റെ കാവൽക്കാരനായിട്ട് ചെന്ന് വാണു എന്നാണ് ശ്രീമദ് ഭാഗവതം പറയുന്നത്. അതേപോലെ തന്നെ ശ്രീരാമ അവതാര സന്ദർഭത്തിൽ നമുക്കറിയാം, ആ വിശ്വാമിത്രരുടെ കൂടെ പോയ ആ സന്ദർഭമായാലും അല്ലെങ്കിൽ വനവാസമായാലും അധിക കാലമൊന്നും ഭഗവാനുമായിട്ട് സഹവാസം സാധിച്ചിട്ടില്ല ഈ അച്ഛനമ്മമാർക്ക്. അതേപോലെ തന്നെ കൃഷ്ണാവതാരമാകുമ്പോൾ പിന്നെ പറയുകയും വേണ്ട, നമുക്കറിയാം ജനിച്ച ഉടനെ തന്നെ ഭഗവാനെ വിട്ടു നിൽക്കേണ്ട അവസ്ഥയാണ് വന്നത്. പിന്നീട് 12 വർഷങ്ങൾക്ക് ശേഷമാണ് ഭഗവാനെ തിരിച്ചു കിട്ടുന്നത്. അപ്പോൾ അവരാഗ്രഹിച്ചതെന്തോ, അവർ പ്രാർത്ഥിച്ചതെന്തോ അതിനെ ഭഗവാൻ സത്യമാക്കി തീർത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഒരു പക്ഷെ അവർ ചോദിക്കാതെ ചോദിച്ചതായിട്ടുള്ള ആഗ്രഹം, അതായത് ഭഗവാനെ പുത്രനായി കിട്ടിക്കൊണ്ട് ഭഗവാന്റെ ആ സാന്നിധ്യം ആസ്വദിക്കണം എന്നുള്ളത് അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ചോദിക്കുന്ന സമയത്ത് ഇതിൽ നമുക്ക് എന്താ മനസ്സിലാക്കാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾക്ക് എന്താ വേണ്ടതെന്ന് ഭഗവാന് നല്ല ബോധ്യമുണ്ട് അല്ലെ. നമ്മളത് പ്രത്യേകം അവിടെ പോയി ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എന്താണ് നല്ലത്, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ആവശ്യം, നമുക്ക് എന്താണ് അർഹതപ്പെട്ടത് എന്നുള്ളത് നമുക്ക് നമ്മളെക്കാളും ഭഗവാന് നല്ല ബോധ്യമുണ്ട്. അപ്പൊ ഭഗവാൻ സന്തോഷിക്കണേ, അല്ലെങ്കിൽ ഭഗവാൻ നന്മ വരുത്തണേ, അല്ലെങ്കിൽ ഭഗവാൻ ധർമ്മത്തിന്റെ വഴി കാണിച്ചു തരണേ എന്നല്ലാതെ നമ്മൾ വേറെ ഒന്നും സത്യത്തിൽ ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല. കാരണം ആഗ്രഹിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷെ അതേപടി സത്യമാക്കണ ഒരു ശൈലി ഭഗവാൻ ഉള്ളത് കാരണം അത് നമ്മൾ ഉദ്ദേശിച്ച പോലെ ആയിക്കൊള്ളുന്നില്ല. ഒന്നെങ്കിൽ അത് നമ്മളുടെ നന്മയ്ക്ക് അല്ലാതെ വരാം, നമുക്കത് മുൻകൂട്ടി കാണാനുള്ള കഴിവില്ല. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ദേവകി വസുദേവന്മാരുടെ ഉദാഹരണം പറഞ്ഞ പോലെ പുത്രനായി ജനിക്കണം എന്ന് പറഞ്ഞു, പുത്രനായിട്ട് ജനിച്ചു. പക്ഷെ വേറെ ആർക്കോ ആണ് ആ ഭഗവാനിൽ ആളിക്കാനൊക്കെ സാധിച്ചത്. അപ്പോൾ ആ വാക്ക് സത്യമാക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനത്തെ വല്ല ലൂപ്പ് ഹോളും ഉണ്ടാവും. അപ്പോൾ ഭഗവാനോട് പ്രത്യേകിച്ച് ഒന്നും പറയണ്ട എന്നാണ് അത് നമുക്ക് മനസ്സിലാക്കാനുള്ള പാഠം. നമുക്ക് എന്തോ നല്ലത് അത് ഭഗവാന് നന്നായിട്ട് അറിയാം. ഭഗവാൻ സന്തോഷിക്കണേ എന്ന് മാത്രം ആഗ്രഹിക്കുമ്പോൾ നമുക്ക് അർഹതപ്പെട്ടത് തീർച്ചയായിട്ടും ഭഗവാൻ അനുഗ്രഹിച്ചു തരണം. ഹരേ കൃഷ്ണ.